ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ദമ്മിലിട്ടിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ 2 കപ്പോളം എടുക്കുന്നുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് മുന്നേ നന്നായി കഴുകി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുകയാണ്. അപ്പോഴേക്കും ഞാനിവിടെ ഇതാ 2 കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 15ഓളം പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ എരിവിനായിട്ട് കൂടുതൽ നമ്മൾ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരച്ചെടുക്കരുത്, ക്രഷ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നമ്മളിങ്ങനെ വഴറ്റിയൊന്നും ഉണ്ടാക്കാതെ തന്നെ ഇതിന് നല്ല മസാലയൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഒരുപാട് ഡ്രൈ ആയി പോവാതെ. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 3/4 കിലോനോളം മട്ടൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലൊക്കെ ഉള്ള ഒരു പീസായിട്ടാണ് കേട്ടോ. കുറച്ച് വലുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം, എന്നാലാണ് അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വെള്ളം വാർത്തെടുത്തതാണ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ഇതിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മല്ലിപ്പൊടി 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം പെരുംജീരകം ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂണോളം ബിരിയാണി മസാല. ഇത് ഞാൻ ചിക്കൻ ബിരിയാണിയിലൊക്കെ മുന്നേ ഇട്ടിട്ടുള്ള മസാലയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ജീരകം പൊടിച്ചത് ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യൂമിൻ സീഡ് 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ്. നമ്മൾ കൂടുതൽ ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് ഈ ബിരിയാണിക്ക്. ഇനി ഇതിനെ കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം. അപ്പോൾ മട്ടൻ ബിരിയാണി ആണെങ്കിലും ബീഫ് ബിരിയാണി ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഇതിൽ മസാലകളും വേണം, അത് നന്നായിട്ട് വെന്ത് വരികയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തില്ലേ, ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചൊന്ന് ചുഴറ്റിയെടുക്കുകയാണ്. നമുക്കിതിൽ അധികം വെള്ളം ആവശ്യമില്ല കേട്ടോ. ഈ വെള്ളം മാത്രമാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം മസാലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം വേവിച്ചെടുക്കണം. ഇപ്പോൾ റെഡ് മീറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഇത് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റെങ്കിലും വെക്കാൻ പറ്റുവാണെങ്കിൽ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഞാൻ കുക്കർ അടച്ച് വെച്ച് ഞാനിവിടെ അത് സ്റ്റൗവിൽ വെക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം. ഒരു വിസിൽ പോകുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 6 വിസിൽ പോയതിന് ശേഷം മാത്രമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് വിസിലൊക്കെ പോട്ടെ. അപ്പോഴേക്കും ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. 4 സവാള എടുത്തിട്ടുണ്ട്. 2 വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ്. ഇത് നമ്മൾ വഴറ്റുന്നൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ വീണ്ടും വേറൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ശരിക്കും നല്ല ഇങ്ങനെ ജ്യൂസി ആയിട്ട് കുറച്ച് മസാലയൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ഇത് നമുക്ക് എവിടെയും കിട്ടില്ല കേട്ടോ. റെസ്റ്റോറൻറ്റിലൊന്നും ഇതുപോലെ കിട്ടില്ല. അത്ര രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2 മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വെള്ളം മതിയാവും. ഇനി ഇതിനെ ഒരു 2 വിസിലടിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം കേട്ടോ. ഇങ്ങനെ വേവിച്ചിട്ട് നമ്മൾ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കിയാൽ നോക്കൂ, ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ചു വയ്ക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതും മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ രണ്ടും ഒരേപോലെ തന്നെ സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ്. ആദ്യം സവാള 2 വിസിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മട്ടനും ഇത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 3 കൂടെ നമുക്കൊന്ന് വറുത്ത്
എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിതാ ഇതിലാണ് നമ്മൾ ദമ്മിടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂണോളം റൈസ് ബ്രാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി ഇങ്ങനെ സ്പൈസസ് ഒന്നും നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നില്ല. ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 4 ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കറക്റ്റ് വേഗമായിട്ട് കിട്ടും കേട്ടോ. ബസ്മതി റൈസ് എപ്പോൾ വേവിക്കുകയാണെങ്കിലും 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്കിത് വെന്ത് കുഴഞ്ഞ് പോവില്ല, വേകാതിരിക്കില്ല, കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. ഇത് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വെച്ചത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെന്തു ഇങ്ങനെ ഉടഞ്ഞിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇളക്കി കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന്. ഇത് ഒത്തിരി നമ്മളിങ്ങനെ ഇളക്കി കഷ്ടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഇത് സവാളയൊക്കെ നല്ലോണം വെന്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതുവരെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം വാർത്ത് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. 10 മിനിറ്റ് നമ്മളിത് കുതിർത്തിയാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഈ റൈസ് കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ. മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മളിതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മസാലയിലൊക്കെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇപ്പം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ അടച്ച് വയ്ക്കാം. നമ്മുടെ റൈസ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും മട്ടൻ നമ്മൾ വേവിക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. നമ്മൾ മസാലകളൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഇപ്പോൾ ഇതാ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മട്ടനൊക്കെ. അത്യാവശ്യം വെള്ളമൊക്കെ ഇതിലുണ്ട്. നമ്മൾ ഒഴിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഈ മട്ടനിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബീഫ് ബിരിയാണിയും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചോറ് ഇവിടെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കാം കേട്ടോ. ഇനി ഞാനൊരു കടായി സ്റ്റവിൽ വെക്കുകയാണ്. നമുക്കിത് ഇതിൽ നിന്ന് ഇറക്കി വയ്ക്കാം ആദ്യം തന്നെ. കടായി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ തന്നെയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 കപ്പ് റൈസ് ബ്രാൻ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയും നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യം ഞാൻ ഇതാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ കരിഞ്ഞു പോകാതെ തന്നെ നമുക്കിതിനെ വറുത്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതെല്ലാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നെയ്യ് ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി സവാള കുറേശ്ശെയായിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. സവാള വറുത്തിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിതിനെ ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾക്ക് ഇങ്ങോട്ട് മാറ്റണം. ഞാനിവിടെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ എണ്ണ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഒത്തിരി ഒന്നും നമ്മൾക്കിത് വഴറ്റി സമയമൊന്നും കളയണ്ട കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും കൂടിയാണ്. അപ്പോൾ പുതിനയിലയും മല്ലിയിലയും ഇതിൽ മസ്റ്റായിട്ടും ഇടണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് വരണം.
ഈ സവാളയും തക്കാളിയും വേവിച്ചതിലുള്ള വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് കുറച്ചൊന്ന് വറ്റുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മാഷ് ചെയ്ത പോലെയാണ് ഉണ്ടാവുക. ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോവില്ല, എന്നാൽ നമ്മളിങ്ങനെ വഴറ്റിയെടുത്ത് ഉടച്ചെടുക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മട്ടൻ വേവിച്ച് വെച്ചിരുന്നില്ലേ, അതും ഇതുപോലെ തന്നെ അതിൻ്റെ ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ റെഡ് മീറ്റൊക്കെ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മസാല ഒന്ന് കൂടി നിൽക്കുമ്പോഴാണ് അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലോണം ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഈ മട്ടനിലുള്ള വെള്ളം കുറച്ചൊന്ന് വറ്റണം കേട്ടോ. എന്നാലാണ് ഈ മസാലയും ഈ സവാളയും തക്കാളിയൊക്കെ ഇങ്ങനെ പരണ്ടിരിക്കുകയുള്ളൂ മട്ടനിൽ. ഇതിൻ്റെ ഈ ഒരു കളറൊക്കെ മാറി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ഈ ഒരു ഗ്രേവി ഒന്നിങ്ങനെ തിക്കാവുന്നത് വരെ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് മതി കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഇപ്പോൾ അതാ ഓൾമോസ്റ്റ് ഇതിങ്ങനെ തിക്കായി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. ഇങ്ങനെയാണ്, ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇതുപോലെ റെഡ് മീറ്റ് വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഈ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി കുറച്ചൊന്ന് ചൂടാറി വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിവിടെ നേരത്തെ തന്നെ നമ്മൾ ചോറ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയത്താണ് ഇനി ദമ്മിടേണ്ടത്. ഈ ചോറിൽ നിന്ന് 3/4 ഭാഗത്തോളം നമ്മൾ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ചോറ് കുറച്ചൊന്ന് ഇളക്കി ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചോറ്. ഇപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ, ഒത്തിരി ഇങ്ങനെ വെന്തിട്ടില്ല. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുവാണ്. ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്നൊരു വിരുന്നുകാർ വരുമോ അല്ലെങ്കിൽ നമുക്ക് സൺഡേ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ദമ്മിടാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ചോറ് 3/4 ഭാഗം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, ആ മട്ടനും ഗ്രേവി എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് ലൂസായിട്ടല്ല ഇതിൻ്റെ ഗ്രേവി ഇരിക്കുന്നത്, ഇത് എണ്ണയും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, സവാള ഒരു 3/4 ഭാഗത്തോളം ഇതിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കണം. ഉണക്കമുന്തിരിയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം നമ്മൾ ലെയറായിട്ട് ഇടുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഒറ്റ ട്രിപ്പിന് ഇതുപോലെ ഇടുകയാണ് ചെയ്യുന്നത്. എന്നാലാണ് അടിയിലുള്ള ചോറിലേക്ക് ഇതിൻ്റെ ആ ഒരു എസൻസും ആ ഒരു കളറൊക്കെ എത്തുകയുള്ളൂ. ഇനി നമ്മളിതിൽ കളറൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പിടി പുതിനയില ചേർത്ത് കൊടുക്കണം, ഒരു പിടി മല്ലിയിലയും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലോണം ഇതുപോലെ നിരത്തി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾക്ക് ഇതിൽ ഗീ ചേർത്ത് കൊടുക്കണ്ട, കളറ് ചേർത്ത് കൊടുക്കണ്ട, എസൻസ് ചേർത്ത് കൊടുക്കണ്ട, ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ചോറ് മുഴുവനായിട്ടും ഇതിൻ്റെ മേളിൽ ഇങ്ങനെ അടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേളിലേക്ക് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സവാള വറുത്തതും കാഷ്യൂനട്ടും എല്ലാം കൂടെ, അത് ഇതുപോലെ കുറച്ച് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഇത് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് കാണാനൊരു ഭംഗിയാണ്, അത്രയേ ഉള്ളൂ. ഇത് നല്ലോണം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനെ അടച്ച് വയ്ക്കാം കേട്ടോ. ഇതിനെ അടച്ച് വെച്ച് നമ്മളൊരു തവയിലാണ് ഇതിനെ ആവി കയറ്റിയെടുക്കുന്നത്, ദമ്മിലിട്ട് എടുക്കുന്നത്. നല്ലോണം മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒന്നും വേണ്ട, സാധാരണ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയാണത് കേട്ടോ, അടിക്കനുള്ളതാണ്. നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഒരു 20 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ആവി കയറിയിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് കൊടുക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രമാണ് അതൊരു 20-25 മിനിറ്റ് അങ്ങനെ ഇടുന്നാലും നന്നായിട്ട് ഇതുപോലെ ആവി കയറും. അപ്പോൾ അതാ നല്ലോണം ആവി പാറുന്നുണ്ട്, നല്ല മണമാണ് കേട്ടോ. കണ്ടോ ഇതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ അടിയിൽ കണ്ടോ ഇതിൻ്റെ കളറും അതുപോലെ തന്നെ ആ എണ്ണയും എല്ലാം കൂടെ. അപ്പോൾ നമുക്ക് റൈസ് ഇതുപോലെ വേറെ എടുത്ത് മാറ്റാം. ഒരു പ്ലേറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് റൈസ് മാത്രം വെക്കാം കേട്ടോ. നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. ഇനി ഒരു സൈഡിലേക്ക് നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രേവി പോലെയുള്ള മസാലയാണിത്.
ഉണ്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ദമ്മിടുന്ന പാത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ദമ്മിലിട്ട മട്ടൻ ബിരിയാണിക്ക് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇനി ആരും പുറത്തൊന്നും പോയി കഴിക്കേണ്ട. നമ്മുടെ സൺഡേ സ്പെഷ്യലായിട്ടൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ കിട്ടില്ലേ ഇതുപോലെ ചെറിയ പ്ലേറ്റിൽ ഇങ്ങനെ നിറച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ.